ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിലത്തെ പ്രതീക്ഷയാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കിടന്നപ്പോൾ തന്നെ ഒരു 3:30 ഉണ്ടായിരുന്നു. അതായത് പെയിൻറ്റിട്ടുള്ളോടെ അങ്ങനെ നേരെ അമ്പലത്തേക്ക് പോയിട്ട് അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ ഉണ്ണികളും എല്ലാവരും അവിടെ ഫുഡ് അടിയായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ബാവുസ്വാമിയുടെ. ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ വീട്ടിലത്തെ പരിപാടി തന്നെ കാരണം നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് സമയം കിട്ടുന്ന നേരത്ത് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത്. ഇതിപ്പോൾ രാവിലത്തെ പൂജയുടെ സമയമാണ്. ഈ നേരത്ത് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടാണ് എഴുതിയിരിക്കുക. ഞങ്ങളാണ് കേട്ടോ എഴുതാനായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഓൺലൈനായിട്ട് പൈസ കിട്ടാനായിട്ട് ഞാൻ ഗൂഗിൾ പേയുടെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ QR കോഡാണ് കേട്ടോ. അങ്ങനെ പൂജ സ്റ്റാർട്ട് ചെയ്തോട്ടെ. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ കലശം നമ്മുടെ ഇങ്ങനെ തരും. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അമ്പലമൊക്കെ ചുറ്റിയിട്ട് അങ്ങനെ പൂജയുടെ ഒരു സമയമാണ്. അപ്പോൾ പിന്നെ ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ അന്നദാനത്തിൻ്റെ സമയം കേട്ടോ. പിന്നെ രാവിലെ അധികം പേരൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. രാത്രിയാണ് എഴുന്നള്ളിപ്പിൻ്റെ സമയമൊക്കെ ആകുമ്പോട്ടാണ് രാത്രി ആൾക്കാരൊക്കെ ഉണ്ടാവാറ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിച്ചിട്ടാണ്. ഇതിൽ ഈ കാളം കൂട്ടാനൊക്കെ സൂപ്പർ വന്നിട്ട്. ഇന്ന് പിന്നെ എഴുന്നള്ളിപ്പിന് ഞങ്ങളും കോലം കെട്ടുന്നുണ്ട്. അതായത് ഞാൻ ഇന്നാൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വട്ടമുടി എന്നൊക്കെ. സാധാരണ ഞങ്ങളിങ്ങനെ കോലം കെട്ടാനൊക്കെ പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വിളിക്കണം. പക്ഷേ ഈ വർഷം ഞങ്ങളെല്ലാവരും ഞങ്ങൾ ചേട്ടനനിയന്മാരും കൂടിയിട്ട് നമുക്ക് കെട്ടിയാലോ അങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾ കെട്ടാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങളിന്ന് ഒരു 6 പേര് കെട്ടുന്നുണ്ട്. പിന്നെ അന്നദാനത്തിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു കൊട്ടാൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ കൊട്ട് പഠിച്ച് വരണുള്ളൂ. ഞങ്ങളുടെ അരങ്ങേറ്റൊന്നും തീർന്നിട്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങളിങ്ങനെ കൊട്ടാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ ഒരു 4 മണി 4:30 ആകുമ്പോൾ ഇനി അമ്പലത്തിൽ പോയിട്ട് ഇനിയിപ്പോൾ കെട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഹലോ ഗായ്സ്, ഇത് വട്ടമുടി. നമ്മൾ മുടിയുണ്ട്. മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണത് കുരുത്തോലയാണ്. ഇത് ഞാൻ എടുക്കണതാണ് ഇപ്പോഴേ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഷർട്ടൊക്കെ മാറി നിന്നോട്ടാ. അതിനുശേഷം നമ്മളെ പൊട്ട് തൊടിക്കുക അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കെട്ടാനായിട്ട് മുമ്പ് നമ്മുടെ മുതിർന്നവരോടും അതേപോലെ നമ്മുടെ താഴെയുള്ള ആൾക്കാരോടും അവരെല്ലാവരും വന്നിട്ട് നമ്മളിങ്ങനെ പൊട്ട് തൊടിപ്പിക്കും. അപ്പോൾ അവരുടെ അനുഗ്രഹം മേടിക്കുക. അങ്ങനെ ഒരു ചടങ്ങാണത്. ഞാൻ വട്ടമുടി കെട്ടണത് ഇപ്പോൾ 2ാമത്തെ വട്ടാട്ടാ. ഞാനൊരു +2 പഠിക്കുന്ന കാലഘട്ടത്തൊക്കെ ഞാൻ ഒരു വട്ടം കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കെട്ടാണ്. ഇതിലിപ്പോൾ ഞങ്ങളിൽ 3 പേര് മാത്രമാണ് ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ചോട്ടാ. പിന്നെ അടുത്തായിട്ട് ഇനി ചിലമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചിലമ്പ് എടുത്തിട്ട് ഇങ്ങനെ കിലുക്കിയിട്ട് 4 ദിക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിലമ്പ് കിലുക്കി നോക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ചിലമ്പ് കാലിടലാണ്. പക്ഷേ ചിലമ്പിടുന്നതിന് മുമ്പ് നമുക്ക് കാലുമൊന്നും പറ്റാണ്ടിരിക്കാനായിട്ട് കാത്തോൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മളിങ്ങനെ ഇടും. പിന്നെ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ കറക്റ്റായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ പറയാം. പിന്നെ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ ചായം പൂശണം. അതായത് അരിപ്പൊടി, മഞ്ഞപ്പൊടി, കുങ്കുമം. ഈ 3 പൊടികൾ കൊണ്ടാണ് കേട്ടോ നമ്മുടെ മുഖത്തും മേത്തൊക്കെ അണിയിക്കൽ. അണിയിച്ചതിന് ശേഷമുള്ള വീഡിയോ അങ്ങനെ കറക്റ്റ് ഇല്ല. പക്ഷേ ഞാൻ കുറച്ച് ഫോട്ടോകളൊക്കെ ഞങ്ങളുടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോകളൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ദേഹത്ത് അണലാണ് കേട്ടോ. ഈ ആഭരണങ്ങൾ പോലെ കാണില്ലേ, അതാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മൾ പിന്നെ ഈ വട്ടമുടിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ എഴുന്നള്ളിപ്പിൻ്റെ ഒപ്പം ഇങ്ങനെ കളിച്ചാടി ഇങ്ങനെ അമ്പലത്തേക്ക് എത്തും. ഇതിലിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കളിക്കണ നേരത്ത് നമ്മുടെ മേത്ത് ഈ അണലായാലും ഈ ചിലമ്പായാലും ഇങ്ങനെ കാലും മേത്തും ഇങ്ങനെ അടിക്കുമ്പോൾ അത്യാവശ്യം നല്ല വേദനയൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കളിക്കണത്. പിന്നെ എനിക്ക് അധികം വീഡിയോ ഒന്നും ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എടുത്ത വീഡിയോകൾ വെച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ഏട്ടാ, ബൈ.